മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 94-ാമത്തെ ദശകത്തിൽ ഒന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. ശ്ലോകം: ശുദ്ധാ നിഷ്കാമധർമ്മൈ പ്രവരഗുരുഗിരാ തൽസ്വരൂപം പരം തേ ശുദ്ധം ദേഹേന്ദ്രിയാദിവ്യപഗതമഖിലവ്യാപ്തമാവേദയന്തേ നാനാത്വസ്ഥൗല്യകാർശ്യാദിതു ഗുണജവപുസ്സംഗതോധ്യാസിതം തേ വഹ്നേർദാരുപ്രഭേദേഷ്വിവ മഹദണുതാദീപ്തതാ ശാന്തതാദി. ഇനി ഇവിടെ ഭക്തി എങ്ങനെ ഉണ്ടായിത്തീരും എന്നുള്ളതിനെ കുറിച്ചാണ് ഭക്തിമാർഗം. അതിനെ അതിനുള്ളതായിട്ടുള്ള വഴി ആണ് ഈ ദശകത്തിൽ പറയണത്. ശുദ്ധാ നിഷ്കാമധർമ്മൈഹി, നിഷ്കാമമായിട്ടുള്ള ധർമ്മത്തിൻ്റെ ആചരണം കൊണ്ട് മനസ്സ് ശുദ്ധമാക്കി തീർക്കണം എന്നാണ്. മനസ്സ് ശുദ്ധമാവണം എന്നുണ്ടെങ്കിൽ കർമ്മങ്ങൾ, നൈമിത്തിക കർമ്മങ്ങളൊക്കെ ആചരിക്കണം. എന്നാലേ മനസ്സിന് ശുദ്ധി ഉണ്ടാവുള്ളൂ. അത് ദിവസേന കുളിക്കുക, തൊഴുക എന്നൊക്കെ ഉള്ളതായിട്ടുള്ള ധർമ്മങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടല്ലോ. നിത്യകർമ്മങ്ങൾ, നൈമിത്തിക കർമ്മങ്ങൾ, ഓരോരോ കാരണങ്ങളെ കൊണ്ടുണ്ടാവുന്നതായിട്ടുള്ള കർമ്മങ്ങൾ, നൈമിത്തിക കർമ്മങ്ങൾ. അപ്പോൾ ഒരു മകൻ ജനിച്ചു എന്നുണ്ടെങ്കിൽ ആ പുത്രന് വേണ്ടതായിട്ടുള്ള ജാതകർമ്മം തുടങ്ങിയതൊക്കെ അനുഷ്ഠിക്കുക, അങ്ങനെയുള്ളതൊക്കെ ഒരു പിതാവിൻ്റെ ജോലിയാണ്. അപ്പോൾ അതൊക്കെ നൈമിത്തിക കർമ്മമാണ്. നിത്യകർമ്മം എന്ന് പറഞ്ഞാൽ ദിവസേന ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മങ്ങൾ, വിധിക്കപ്പെട്ടിട്ടുള്ളത്, നിത്യം ചെയ്യേണ്ടതായിട്ട് പറയപ്പെട്ടിട്ടുള്ളതായിട്ടുള്ള കർമ്മങ്ങൾ നിത്യകർമ്മങ്ങൾ. നൈമിത്തിക കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ ഓരോരോ കാരണം കൊണ്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നതായിട്ടുള്ള കർമ്മങ്ങൾ. അപ്പം ഒരാൾ മരിച്ചു എന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിലെ പിതാവ് മരിച്ചു എന്നുണ്ടെങ്കിൽ പുത്രൻ ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മം, അതൊക്കെ നൈമിത്തിക കർമ്മമാണ്. ആ നിമിത്തം കൊണ്ട് ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മമാണ്. അപ്പം ഇതൊക്കെ ചെയ്യുമ്പോൾ, നിത്യകർമ്മങ്ങൾ ചെയ്യുമ്പോഴും നൈമിത്തിക കർമ്മങ്ങൾ ചെയ്യുമ്പോഴൊന്നും നമ്മൾ ഇന്ന ആഗ്രഹത്തോടു കൂടി ചെയ്യരുത്. ഇന്ന ആഗ്രഹമില്ല. നിഷ്കാമധർമ്മൈഹി, നിഷ്കാമം, പ്രത്യേകിച്ച് യാതൊരു കാമവും ഇല്ല, അത് ചെയ്യേണ്ടതാണ് എന്നുള്ളത് കൊണ്ട് ചെയ്യുക എന്നല്ലാതെ കണ്ട് അതുകൊണ്ടൊരു ഫലം നമ്മൾ പ്രതീക്ഷിക്കരുത് എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുമ്പോഴാണ് മനസ്സിന് ശുദ്ധി വരിക. അങ്ങനെ നിഷ്കാമധർമ്മൈഹി ശുദ്ധാഹ, നിഷ്കാമധർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ശുദ്ധരായിട്ടുള്ള, ശുദ്ധമായ അന്ധകരണത്തോടുകൂടി കൂടി പ്രവരഗുരുഗിര, അങ്ങനെ മനസ്സ് ശുദ്ധമായി കഴിഞ്ഞാൽ പ്രവരഗുരുഗിര, പ്രവരൻ ശ്രേഷ്ഠൻ, ശ്രേഷ്ഠനായിട്ടുള്ള ഗുരുവിൻ്റെ വാക്കുകൊണ്ട് ഗുരുവിനെ സമീപിക്കുക. അങ്ങനെ മനസ്സ് ശുദ്ധമായി കഴിഞ്ഞിട്ടല്ലാതെ കണ്ട് ഗുരുവിനെ സമീപിച്ചിട്ടും കാര്യമില്ല. എന്താ വെച്ചാൽ ഗുരു പറഞ്ഞതിൽ വിശ്വാസം വരണ്ടേ. ആ വിശ്വാസം വരണമെന്നുണ്ടെങ്കിൽ അവരവരുടെ മനസ്സ് ശുദ്ധമായിരിക്കണം. അതല്ലെങ്കിൽ ഗുരു പറയുന്നതൊക്കെ ചോദ്യം ചെയ്യാനാണ് താല്പര്യം എന്നുണ്ടെങ്കിലോ അപ്പോൾ അതിൽ ഗുരു പറയുന്നതിന് വിശ്വാസം ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ആദ്യം മനസ്സിനെ ശുദ്ധമാക്കി തീർക്കണം. എങ്ങനെ? നിത്യ നൈമിത്തിക കർമ്മങ്ങളൊക്കെ യഥാപൂർവം ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള ധർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ച് ശുദ്ധമായ മനസ്സോടുകൂടി പ്രവരഗുരുഗിര, ഗുരുവിനെ, ശ്രേഷ്ഠനായിട്ടുള്ളൊരു ഗുരുവിനെ, കഴിവുള്ളതായിട്ടൊരു ഗുരുവിനെ സമീപിച്ച് അദ്ദേഹത്തിൻ്റെ വാക്കുകൊണ്ട് പ്രവരഗുരുഗിര തത്സ്വരൂപം പരം തേ, ആ അങ്ങയുടെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആ സ്വരൂപം, തത്സ്വരൂപം തേ, ആ സ്വരൂപം എന്ന് പറഞ്ഞാൽ ഏത് സ്വരൂപമാണ്? ആ ശുദ്ധമായിട്ടുള്ളതായ ശുദ്ധം ദേവേന്ദ്രിയാദിവ്യപഗതം അഖിലവ്യാപ്തം ആവേദയന്തേ, ആ സ്വരൂപത്തിനെ പറയുകയാണ്. തത്സ്വരൂപം, ആ സ്വരൂപം, അതായത് തത്വമസി എന്നുള്ളതായിട്ടുള്ള ആ മഹാവാക്യം കൊണ്ട്, അതിലെ തച്ഛബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നതായിട്ടുള്ള ആ സ്വരൂപം, ഭഗവാന്റെ സ്വരൂപം, ആ തത്സ്വരൂപം, തത്ത് എന്നുള്ളതായിട്ടുള്ള പദം കൊണ്ട്, പദത്തിൻ്റെ അർത്ഥം അതാണ്. ത്വം എന്നുള്ളതോ നമ്മുടെ ജീവൻ, ആ ജീവാത്മാവ്, ആ ശരീരത്തെ കൊണ്ട് ലിമിറ്റഡായിട്ടുള്ള, അതിൽ അവച്ഛിന്നമായിട്ടുള്ളതായിട്ടുള്ള ആത്മാവിനെയാണ്, ഉപഹിതമായിട്ടുള്ള ആത്മാവിനെയാണ് ത്വംപദം കൊണ്ട് വിശേഷിക്കുന്നത്. തത്വമസി, അത് നീ തന്നെയാണ്. നീ എന്ന് പറയുമ്പോൾ അത് ഗുരു ഉപദേശിക്കണ വാക്യമായിട്ടാണ് തത്വമസി എന്നുള്ളത്. അതിൻ്റെ അനുഭവവാക്യം എന്ന് പറയുന്നത് അഹം ബ്രഹ്മാസ്മി എന്നുള്ളതാണ് അനുഭവവാക്യം. അഹം ബ്രഹ്മാസ്മി എന്ന് പറയുമ്പോൾ
ഞാൻ ബ്രഹ്മം തന്നെയാണ് എന്നുള്ളതായിട്ടുള്ള ബോധം നമുക്കുണ്ടാവണു എന്നുള്ളതാണ്. തത്വമസി എന്ന് വെച്ചാൽ ഗുരു ഉപദേശിക്കണു, അത് നീ തന്നെയാണ്, ആ ആത്മാവ് നീ തന്നെയാണ്, ത്വം നീ തന്നെയാണ്, ആ ആത്മാവ് അത് നീ തന്നെയാണ്, ആ പരമാത്മാവ് നീ തന്നെയാണ്. പരമാത്മാവിനെയാണ് തത്വതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ത്വംപദം കൊണ്ട് ജീവാത്മാവിനെ, ആ ജീവാത്മാവും പരമാത്മാവും ഒന്ന് തന്നെയാണ് എന്നുള്ളതാണ് തത്വമസി എന്നുള്ളതായിട്ടുള്ള വാക്യത്തിൻ്റെ അർത്ഥം. അത് അനുഭവത്തിൽ ശിഷ്യൻ്റെ അനുഭവം ആണെങ്കിലോ അഹം ബ്രഹ്മാസ്മി എന്നുള്ളതാണ്. അതും ഒരു മഹാവാക്യമാണ്. അഹം ബ്രഹ്മ അസ്മി, ഞാൻ ബ്രഹ്മം തന്നെയാകുന്നു. അപ്പം അതിലെ മറ്റേ ഉപദേശവാക്യത്തിലെ തത്താണ് ബ്രഹ്മ എന്നുള്ളത്. അതിലെ ഉപദേശവാക്യത്തിലെ ത്വം എന്നുള്ളത് ആണ് ഇവിടെ അഹം എന്നുള്ളത് അനുഭവവാക്യത്തിൽ ശിഷ്യൻ്റെ അനുഭവത്തിൽ വരണത് എന്നുള്ളതാണ്. എന്നായാലും ഇവിടെ ആ തത്ത് എന്നുള്ളത് തത് സ്വരൂപം തേ, അങ്ങയുടെ ആ തച്ഛബ്ദവാച്യമാക്കി ആയിട്ടുള്ളതായ ആ സ്വരൂപത്തെ, പരം ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആ സ്വരൂപത്തെ ആവേദയന്തേ അറിയാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെ? ശുദ്ധാ നിഷ്കാമധർമ്മൈ, ശുദ്ധമായിട്ട് നിഷ്കാമധർമ്മങ്ങളെ കൊണ്ട് മനസ്സ് ശുദ്ധമാക്കി, പ്രവര ഗുരുവിര ശ്രേഷ്ഠനായിട്ടുള്ള ഒരു ഗുരുവിൻ്റെ വാക്കുകൊണ്ട് ഉപദേശം കൊണ്ട് ആ പരമമായിട്ടുള്ള ഭഗവാന്റെ ആ തത്വത്തെ സ്വരൂപത്തെ അറിയുന്നു എന്നുള്ളതാണ്. തത് സ്വരൂപം പരം തേ. ഇനി ആ സ്വരൂപത്തിനെ ഒന്നും കൂടി വിശേഷിപ്പിക്കുകയാണ്. ശുദ്ധം, ഏറ്റവും ശുദ്ധമായിട്ടുള്ളതായിട്ടുള്ള ആ ത്രിഗുണങ്ങളിൽ നിന്നൊക്കെ ഭിന്നമായിട്ടുള്ള, അതിനെയൊക്കെ അതീതമായിട്ടുള്ള ത്രിഗുണങ്ങളൊന്നും ബാധകമല്ലാത്തതായിട്ടുള്ള ശുദ്ധം. ദേഹേന്ദ്രിയാദിവ്യപഗതം, ദേഹം ഇന്ദ്രിയങ്ങൾ ഇതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട്, അതായത് ഭഗവാന്റെ സ്വരൂപം നമ്മളിപ്പോൾ മഹാവിഷ്ണുവിനെ ചതുർഭുജനായിട്ടും നീലവർണ്ണതായിട്ടും പഞ്ഞപ്പട്ടുടുത്തും കൊണ്ടുമൊക്കെ ഉള്ളതായിട്ടുള്ളൊരു രൂപം ഇങ്ങനെ ധ്യാനിക്കും അല്ലേ? അതിൽ നിന്നൊക്കെ ഇത് അതീതനായിട്ടുള്ളതാണ് സ്വതവേ ആ പരബ്രഹ്മം എന്നുള്ളത്. ദേഹേന്ദ്രിയാദി വ്യതിഗതം, ദേഹം ഇന്ദ്രിയങ്ങൾ ഇതിൽ നിന്നെല്ലാം ഭിന്നമായിട്ട് വ്യതിരിക്തമായിട്ട്, ദേഹേന്ദ്രിയാദി ശുദ്ധം ദേഹേന്ദ്രിയാദി വ്യപഗതം, വ്യപഗതം വെച്ചാൽ വ്യതിരിക്തമായിട്ടുള്ളത് എന്നർത്ഥം, അതിൽ നിന്ന് ഭിന്നമായിട്ട്. അഖിലവ്യാപ്തം, സർവത്ര വ്യാപിച്ചു കിടക്കുന്നതായിട്ട്, അതായത് അത് വിഭുവാണ്, എല്ലാ ദിക്കിലും ഭഗവാൻ ഇല്ലാത്തതായിട്ടുള്ള ഒരു പ്രദേശവുമില്ല. അങ്ങനെ അഖിലവ്യാപ്തം ആവേദയന്തേ, അങ്ങനെയുള്ളതായിട്ടുള്ള ആ ഭഗവാന്റെ സ്വരൂപത്തെ മനസ്സിലാക്കുന്നു പ്രവര ഗുരുവിര, ശ്രേഷ്ഠനായിട്ടുള്ള ഗുരുവിൻ്റെ വാക്കുകൊണ്ട് എന്നാണ്. നാനാത്വ സ്ഥൗല്യ കാർശ്യാദിതു തു ഗുണജവപുസംഗത അധ്യാസിതം തേ. അവിടെ പദം മുറിക്കുമ്പോൾ നാനാത്വ സ്ഥൗല്യ കാസ്യാദി തു, നാനാത്വം സ്ഥൗല്യം കാസ്യം തുടങ്ങിയതൊക്കെ, അതായത് ആ ഭഗവാൻ തന്നെയാണ് ജീവാത്മാവ് എന്ന് പറഞ്ഞല്ലോ. ആ ജീവാത്മാക്കൾ ഞാനൊന്ന്, നീയൊന്ന്, വേറൊന്ന്, അവനൊന്ന്, അവളൊന്ന്, ഇങ്ങനെയുള്ളതായിട്ടുള്ള നാനാത്വങ്ങളുണ്ടല്ലോ. ജ്യേഷ്ഠാനുജന്മാരുണ്ടാവും, ഒക്കെ വേറെ വേറെ എന്നുള്ളതായിട്ടുള്ളൊരു ബോധം, നാനാത്വം. ആ പിന്നെ കാർശ്യം, ഓ ഞാൻ വളരെ ചടച്ചതാണ്, അയാൾ വളരെ തടിച്ചതാണ്, വേറൊരാൾക്ക് അത്ര തന്നെ തടിയില്ലാത്തതാണ് എന്നുള്ളതായിട്ടുള്ള ബോധമൊക്കെ നമുക്കുണ്ടല്ലോ. ആ കാർശ്യാദി നാനാത്വ സ്ഥൗല്യം, തടിച്ചതാണ്, കൃശനാണ് എന്നൊക്കെയുള്ളത്. കാർശ്യാദിതു ഗുണജവപുസംഗത അധ്യാസിതം തേ. ഗുണജവപുസംഗത, ഗുണം കൊണ്ട്, ത്രിഗുണങ്ങളെ കൊണ്ട് ഉണ്ടായിട്ടുള്ളതായിട്ട്, അതിനോടുള്ളതായിട്ട് ത്രിഗുണങ്ങളോടുള്ളതായ ചേർച്ച, സംഗത സംഘം കൊണ്ട്. ത്രിഗുണാത്മകമാണ് ശരീരമൊക്കെ, ശരീരവും അതിൻ്റെ മനസ്സ് ഇന്ദ്രിയങ്ങൾ ഒക്കെ ത്രിഗുണാത്മകങ്ങളാണ്. അങ്ങനെ ആ ത്രിഗുണാത്മകമായിട്ടുള്ള ശരീരത്തിൻ്റെ സംഘം കൊണ്ട്, ശരീരവുമായിട്ടുള്ള ആ ചേർച്ച കൊണ്ട് ആ പരമാത്മാവിൽ തന്നെ അധ്യാസിതമായിട്ടുള്ളതാണ് ഏത്? ഈ നാനാത്വം, കാർശ്യം, സ്ഥൗല്യം തുടങ്ങിയതൊക്കെ. ബാക്കിയുള്ളതൊക്കെ ഈ ആത്മാവിൽ നമ്മൾ അധ്യാസം ചെയ്യുന്നതാണ്. അധ്യാസം ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്? അതും മനസ്സിലായാലേ അധ്യാസം ചെയ്യുന്നതാണ് എന്നുള്ളതിനർത്ഥം മനസ്സിലാവുള്ളൂ. അധ്യാസം ചെയ്യപ്പെടുക എന്ന് വെച്ചാൽ ഇല്ലാത്ത ഒന്നിനെ, ഒരു സ്വരൂപത്തെ അല്ലെങ്കിൽ ഒരു ധർമ്മത്തെ
ഉണ്ട് എന്ന് കരുതുക. നമ്മൾ അതിന് ഉദാഹരണമായിട്ട് പറയണത്, സാധാരണയായിട്ട് പറയാറുള്ളത് കയറ്. സന്ധ്യാസമയത്ത് അല്ലെങ്കിൽ സന്ധ്യയ്ക്ക് നല്ലോണം ഇരുട്ടായി തുടങ്ങി, നല്ല ഇരുട്ടായിട്ടിരിക്കും, കാണാൻ പറ്റും, കയറ് കാണാൻ പറ്റും, പക്ഷേ അത് കയറാണെന്ന് മനസ്സിലാവണില്ല. അങ്ങനെയുള്ളതായിട്ടുള്ള ആ കയറ് കാണുമ്പോൾ ആ കയറിൻ്റെ യഥാർത്ഥ രൂപം നമ്മൾ അറിയണില്ല. എന്നിട്ട് പക്ഷേ അതൊന്ന് കാറ്റത്ത് ആടുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും? അത് പാമ്പാണെന്ന് വിചാരിക്കും. അപ്പോൾ ആ പാമ്പ് എന്നുള്ള രൂപം ഈ കയറിൽ നമ്മൾ ആരോപിക്കുകയാണ് ചെയ്യുന്നത്. കയറ് എന്നുള്ളത് ബോധം നമുക്ക് ഉണ്ടാവണമില്ല, പക്ഷേ പാമ്പ് എന്നുള്ള ബോധം അവിടെ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനാണ് അധ്യാസം എന്ന് പറയുന്നത്. ഇല്ലാത്തതായിട്ടുള്ളൊരു ധർമ്മത്തെ, സ്വതേ ഉള്ളതായിട്ടുള്ള ധർമ്മം മറഞ്ഞിട്ട് ഇല്ലാത്തതായിട്ടുള്ളൊരു ധർമ്മത്തെ അതിൽ ആരോപിക്കുന്നതിനാണ് അധ്യാസം എന്ന് പറയണത്. അപ്പം അങ്ങനെ ഭഗവാന്റെ സ്വതേയുള്ളതായിട്ടുള്ള രൂപം എങ്ങനെയുള്ളതാണ്? ഇതൊന്നുമില്ല, സച്ചിദാനന്ദ രൂപമാണ് ഭഗവാന്റെ, അല്ലേ? ആ സത്ത് ചിത്ത് ആനന്ദ് ഇത് മാത്രമാണ് ഭഗവാന്റെ സ്വരൂപം. പക്ഷേ നമ്മളതിൽ അങ്ങനെയല്ല, അത് ഞാനാണ്, നീയാണ്, വേറെ ഒരാളാണ്, അച്ഛനാണ്, അമ്മയാണ്, മക്കളാണ്, അല്ലെങ്കിൽ സ്നേഹിതന്മാരാണ്, ഇങ്ങനെ ശത്രുക്കളാണ്, മിത്രങ്ങളാണ് എന്നൊക്കെ ഉള്ളതായിട്ടുള്ള അത് നമ്മൾ ആരോപിക്കുകയാണ്. നാനാത്വം ആരോപിക്കുന്നുണ്ട്, കാർശ്യം ആരോപിക്കുന്നുണ്ട്, സ്ഥൗല്യം, അയാൾ നല്ല തടിച്ച ആളാണ്, ഞാൻ ചടച്ച ആളാണ്. അപ്പം അതൊക്കെ അതൊന്നുമല്ല ആത്മാവിൻ്റെ സ്വരൂപം. ആത്മാവ് ഇതിൽ നിന്നെല്ലാം ഭിന്നമാണ്. ഇതൊക്കെ നമ്മൾ ഇല്ലാത്തതായിട്ടുള്ള ധർമ്മങ്ങൾ ആരോപിക്കണതാണ് എന്നുള്ളതാണ്. അങ്ങനെ നാനാത്വ സ്ഥൗല്യ കാർശ്യാദി, കാർശ്യം തുടങ്ങിയവ ആകട്ടെ ഗുണജവ പുസ്സംഗത, ത്രിഗുണം കൊണ്ടുണ്ടായിട്ടുള്ള, ത്രിഗുണങ്ങളിൽ നിന്നുണ്ട് ഗുണജ വപുഹു, ഗുണം കൊണ്ടുണ്ടായിട്ടുള്ള, ത്രിഗുണങ്ങളെ കൊണ്ടുണ്ടായിട്ടുള്ള, സത്വരജസ്തമോ ഗുണങ്ങളെ കൊണ്ടുണ്ടായിട്ടുള്ളതായിട്ടുള്ള വപുസ ശരീരം. ആ ശരീരവുമായിട്ടുള്ള സംഘം കൊണ്ട് ഉണ്ടായിട്ടുള്ളതാണ്. അധ്യാസിതം തേ വഹ്നേർ ദാരുപ്രഭേദേഷ്വ മഹദണുതാദീപ്തത അശാന്തതാദി. അതുമാതിരി തന്നെ വഹ്നയെ മറ്റൊരു ഉദാഹരണമാണ് ഇവിടെ പറയുന്നത്. വഹ്നയെ ദാരുപ്രഭേദേഷു ഇവ. വന്നി അഗ്നി എന്ന് പറഞ്ഞാൽ എല്ലാറ്റിലും ഒന്ന് തന്നെയാണ്. അത് ചെറിയൊരു മരക്കഷ്ണമാണ്, അതിൽ അഗ്നി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, കുറേ കൂടി തടിച്ചതായിട്ടുള്ളൊരു മരക്കഷ്ണമാണെങ്കിൽ അതിൽ അഗ്നി ഉണ്ടാവുമ്പോൾ, ഇങ്ങനെ പല വിധത്തിലുള്ളതായിട്ടുള്ള അഗ്നികൾ ഉണ്ടാവുമ്പോൾ, പല വിധത്തിലുള്ളതായിട്ടുള്ള സംഗതികൾ കത്തി ഉണ്ടാവുന്നതായിട്ടുള്ള അഗ്നി, ആ അഗ്നികൾ നമുക്ക് ചെറിയ അഗ്നി ആ തീ കുറച്ചേ ഉള്ളൂ, വേഗം ഊതിക്കെടുത്താവുന്നതാണ്, അല്ലേ? വിളക്കിലെ തിരി ആണെന്നുണ്ടെങ്കിൽ വേഗം ഊതിക്കെടുത്താൽ, കുറച്ചും കൂടി വലിയതാകുമ്പോൾ അത്ര തന്നെ എളുപ്പമല്ല, അത് കെടുത്താൻ കുറച്ചും കൂടിയും വിഷമമുണ്ട്. പക്ഷെ വലിയ കാട്ടിൽ ഉണ്ടാവുന്നതായിട്ടുള്ള തീയാണെങ്കിൽ അത് കെടുത്താനേ വിഷമാണ്. ഇങ്ങനെയൊക്കെയുള്ളതായിട്ടുള്ള ഒരു ബോധങ്ങൾ നമുക്കുണ്ടാവുന്നുണ്ടല്ലോ, അതുമാതിരിയാണ്. പക്ഷെ അഗ്നിക്ക് വളരെ വ്യത്യാസമുണ്ടോ? എല്ലാ അഗ്നിയും ഒരുപോലെ തന്നെയാണ് എന്നുള്ളതാണ്. അഗ്നി വെച്ചാൽ ഒന്നേ ഉള്ളൂ, പക്ഷേ അത് ദാരുപ്രഭേദേഷു, ദാരു എന്ന് വെച്ചാൽ മരം, ആ മരത്തിൻ്റെ വിവിധ രൂപത്തിലുള്ളതായിട്ടുള്ള മരങ്ങളിൽ നിന്നുണ്ടാവുന്നതായിട്ടുള്ള അഗ്നിക്ക് വ്യത്യാസം കാണാനുണ്ട് എന്നുള്ളതാണ്. അതുമാതിരി ആത്മാവ് ഒന്നേ ഉള്ളൂ, പക്ഷേ വിവിധങ്ങളായിട്ടുള്ള ശരീരങ്ങളിൽ ആ ആത്മാവിനെ നമ്മൾ കാണുമ്പോൾ അവിടെ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. വ്യത്യാസം തോന്നിക്കുന്നു. ദാരുപ്രഭേദേഷു ഇവ, ദാരുപ്രഭേദങ്ങളിൽ പല മരക്കഷ്ണങ്ങളിൽ ഉള്ളതായിട്ടുള്ള അഗ്നിയെ പോലെ, വന്യയുടെ ദാരുപ്രഭേദേഷു ഇവ, ദാരുപ്രഭേദങ്ങളിൽ എന്നതുപോലെ അവിടെ മഹത്ത്, അണു, ചെറിയ അഗ്നി, വലിയ അഗ്നി എന്നൊക്കെ നമുക്ക് തോന്നുന്നുണ്ട്. മഹത് അണുത, ദീപ്തത, ശാന്തതാദി. ദീപ്തത അതോ ഇത് നല്ല വെളിച്ചമുണ്ട്, ഇത് അത്ര ഇല്ല, ശമം ഉള്ളതാണ്, വളരെ കുറച്ച് വെളിച്ചമേ ഉള്ളൂ ഇതിന്, ഈ അഗ്നിക്ക് കുറച്ച് വെളിച്ചമേ ഉള്ളൂ, മറ്റതിന് വലിയ പ്രകാശമുണ്ട് എന്നൊക്കെ ഉള്ളതായിട്ടുള്ള ബോധം നമുക്കുണ്ടാവുന്നുണ്ടല്ലോ. അതുപോലെയാണ് ഈ കാർശ്യം വപുസിൽ, ഓരോരോ വപുസിൽ നമുക്ക് നാനാത്വം കാണുന്നുണ്ട്. കാർശ്യം, സ്ഥൗല്യം തുടങ്ങിയതായിട്ടുള്ള ഗുണങ്ങളൊക്കെ നമ്മൾ ആരോപിക്കുന്നുണ്ട്. അതൊക്കെ ഇതുമാതിരിയാണ് എന്ന് പറയുകയാണ്. ശുദ്ധാ നിഷ്കാമധർമ്മൈ പ്രവരഗുരുഗിരാ തൽസ്വരൂപം പരം തേ ശുദ്ധം ദേഹേന്ദ്രിയാദിവ്യപഗതമഖിലവ്യാപ്തമാവേദയന്തേ
നാനാത്വസ്ഥൗല്യ കർശ്യാദിതു ഗുണജവപുസ്സംഗതോധ്യാസിതം തേ വന്നേർദാരുപ്രഭേദേഷ്വിവ മഹദണുതാദീപ്തതാ ശാന്തതാദീ സംഗത അധ്യാസിതം തേ എന്ന് പദം മുറിക്കാം. അതുമാരെ വഹ്നേഹി ദാരുപ്രഭേദേഷു ഇവ മഹദണുതാദീപ്തതാ ശാന്തതാദീ എന്ന്. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. ലഭ്യം നോക്കാതെ ധർമ്മം ഗുരുവരവചനാൽ ചെയ്തു കാണുന്നു ഭക്തർ. വ്യക്തം ദേഹേന്ദ്രിയം വിട്ടെവിടെയുമുളവാം നിൻ പരബ്രഹ്മരൂപം. നിന്നെ വൈവിധ്യമാർന്നും ചെറുതു വലുതുമായി തോന്നിടും മായമൂലം. തീയിന്നാക്കം തിളക്കം വരുവതു വിറകിൻ മാറ്റമാലെന്ന പോലെ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.